നമസ്കാരം. എംബ്രാൻ്റെ വെട്ടത്തിൽ വാര്യരുടെ അത്താഴൂട്ട് എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. എംബ്രാൻ്റെ വെളിച്ചത്തിൽ വാര്യരുടെ അത്താഴൂട്ട്. അതായത് മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലം മറ്റൊരാൾ അനുഭവിക്കുന്നതിനെ ഉദാഹരിക്കാൻ വേണ്ടിയാണ് മലയാളത്തിൽ അങ്ങനെ ഒരു ചൊല്ലുള്ളത്. എംബ്രാൻ്റെ വെട്ടത്തിൽ അല്ലെങ്കിൽ എംബ്രാൻ്റെ വെളിച്ചത്തിൽ വാര്യരുടെ അത്താഴൂട്ട് എന്ന് പറഞ്ഞതുപോലെയായി ഇപ്പോൾ നമ്മുടെ പാലക്കാട് MP ശ്രീകണ്ഠൻ്റെ ചില പ്രവൃത്തികൾ. ശ്രീകണ്ഠൻ അല്ല പ്രവർത്തിച്ചേക്കണേ എന്നും പറയുന്നുണ്ട് കേട്ടോ. ശ്രീകണ്ഠൻ്റെ അനുയായികൾ, അതായത് പാലക്കാട് MP ശ്രീകണ്ഠൻ്റെ അനുയായികൾ, അത് നമ്മുടെ കോൺഗ്രസിൻ്റെ അനുയായികൾ, ഈ വന്ദേ ഭാരത് പാലക്കാട് ചൂളം വിളിച്ച് നല്ല മോദിയോടുകൂടി പ്രൗഢിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ശ്രീകണ്ഠനും കൂട്ടർക്കും ഒരു ആഗ്രഹം. എന്താ? ഇത് എൻ്റെ ശ്രമഫലമായിട്ട്, അതായത് എൻ്റെ അല്ല, ശ്രീകണ്ഠൻ്റെ ശ്രമഫലമായിട്ടാണ് ഈ ഷൊർണൂർ ഈ വന്ദേ ഭാരതിന് സ്റ്റോപ്പ് കിട്ടിയതത്രേ. നേരത്തെ ഇത് ചാർട്ട് ചെയ്തപ്പോൾ, ഇന്ത്യൻ റെയിൽവേ ചാർട്ട് ചെയ്തപ്പോഴൊന്നും ഇത് ഷൊർണൂർ സ്റ്റോപ്പില്ല, ഒരു കാരണവശാലും സ്റ്റോപ്പില്ല. പിന്നെ ശ്രീകണ്ഠൻ ആരെയൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ വകുപ്പിനെയൊക്കെ ബന്ധപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ട് ഷൊർണൂർ ഒരു സ്റ്റോപ്പ് സംഘടിപ്പിച്ചെടുത്തു. അതെന്തായാലും നന്നായി ഗുണമായി. കാരണം പാലക്കാട്ടുകാർക്ക് എന്തായാലും വന്ദേ ഭാരതിൽ പോകാമല്ലോ. അപ്പോൾ ഒരുപക്ഷെ റെയിൽവേ വകുപ്പോ കേന്ദ്ര റെയിൽവേ വകുപ്പോ മോദിയൊക്കെ ഇതിൽ ഇടപെടുന്നതിന് മുമ്പ് നമ്മുടെ ശ്രീകണ്ഠൻ വളരെ കാര്യക്ഷമതയോട് പ്രവർത്തിച്ച് ഷൊർണൂരിൽ സ്റ്റോപ്പ് കിട്ടി. അങ്ങനെ വരുമ്പോൾ വന്ദേ ഭാരത് ഷൊർണൂരിൽ വരുമ്പോൾ, ആ സ്റ്റോപ്പിൽ വരുമ്പോൾ എന്തായാലും പാലക്കാട് MP ശ്രീകണ്ഠൻ വേണമല്ലോ. അതാണല്ലോ പ്രോട്ടോക്കോള്. തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണല്ലോ അവിടെ ഈ വണ്ടിക്ക് ഒരു സ്റ്റോപ്പ് കിട്ടിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി നേരെ വിട്ടുപോയേനെ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി? പാലക്കാടുകാർക്കൊക്കെ വളരെ സന്തോഷമായി. അവർ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സുകാർക്കേ, ഈ കോൺഗ്രസ് അണികൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം ഉപകാരസ്മരണയുള്ളവരാണ്. അപ്പോൾ ഈ MP നമ്മുടെ നാടിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇത്രയധികം വലിയ സേവനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തായാലും അദ്ദേഹത്തെ ഒന്ന് ആദരിക്കാതെ പറ്റില്ലല്ലോ, അനുസ്മരിക്കാതെ പറ്റില്ലല്ലോ, ഉപകാരസ്മരണ വേണമല്ലോ. എന്ത് ചെയ്തു? നമ്മുടെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും അല്ലെങ്കിൽ അണികളും എല്ലാവരും കൂടിയിട്ട് നേരത്തെ നല്ല ബഹുവർണ്ണ ചിത്രം, ശ്രീകണ്ഠൻ്റെ നല്ല ബഹുവർണ്ണ ചിത്രം കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പോസ്റ്ററേ, ഇലക്ഷൻ കാലത്തൊക്കെ ഭിത്തിയിൽ ഇങ്ങനെ പതിച്ചു വയ്ക്കാൻ കണക്കാക്കി നേരത്തെ അടിച്ചു വെച്ചേക്കുന്ന പോസ്റ്ററേ, അത് ഇങ്ങനെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റർ എന്ത് ചെയ്തു? കട്ട് റിപ്പീറ്റ്, ആ വിൻഡോ ഗ്ലാസ്സിൽ ഇതെല്ലാം കൃത്യമായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു വെച്ചു. നാലാൾ കാണട്ടെ, നമ്മുടെ MP മുഖാന്തരമുള്ളോ ഈ ട്രെയിൻ ഇവിടെ ഷൊർണൂർ നിർത്താൻ സാധ്യത ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്ര ശരവേഗത്തിൽ ഓടിപ്പോണ വന്ദേ ഭാരതിന് ഒരു കാരണവശാലും ഷൊർണൂരിൽ സ്റ്റോപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഷൊർണൂരിൽ സ്റ്റോപ്പ് കൊണ്ടുവന്നത് ആരാ? നമ്മുടെ ശ്രീകണ്ഠൻ. എന്നാൽ പിന്നെ അദ്ദേഹത്തെ എല്ലാവരെയും ഒന്ന് കാണിക്കണ്ടേ, അദ്ദേഹത്തിൻ്റെ ഈ മിടുക്ക്. അപ്പോൾ അതിന് എന്ത് വേണം? വണ്ടിയിൽ മുഴുവൻ ഇങ്ങനെ കയറി കിടന്ന് പാട്ട് പാടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആ വർണ്ണ പോസ്റ്റർ, ആ വർണ്ണ ചിത്രം വന്ദേ ഭാരതിൽ അങ്ങോട്ട് പതിപ്പിക്കാം. അങ്ങനെ പതിച്ചു കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്കൊക്കെ ബോധ്യമായി, ഓ നമ്മുടെ MP ഒരു കേമൻ തന്നെയാണല്ലോ. എന്താ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലം, എന്താ അദ്ദേഹത്തിൻ്റെ സേവന സന്നദ്ധ, എന്തായാലും നന്നായിരിക്കണം എന്നിങ്ങനൊരു അഭിപ്രായം എല്ലായിടത്തും കിട്ടായി. MP-ക്ക് എന്താ പറയണത്, നേരത്തെ ഇല്ലാത്ത അത്ര രീതിയിൽ പാലക്കാട് ഒരു നിലയും വിലയൊക്കെ ആയി. പക്ഷേ ഇതല്ല അപകടം. ഇത് കുറച്ചങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി. കോൺഗ്രസ്സുകാർ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇത് വന്നു. ഇങ്ങനെ നമ്മുടെ MP-യുടെ പടം വന്ദേ ഭാരതിൽ ഒട്ടിച്ച് വെച്ചേക്കണു, MP ആണ് ഇതിന് കാരണക്കാരൻ എന്ന രീതിയിലൊക്കെ കമൻറ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും അവരുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ, ഇതിൻ്റെ ഒരു അപകടം MP മണത്തറിഞ്ഞു. അങ്ങനെ MP ഒരു പത്രസമ്മേളനത്തിൽ ഒരു ചാനലിൻ്റെ മുമ്പിൽ ഒന്ന് പറയുകയാണ്, ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. റെയിൽവേ പോലീസും മറ്റ് സുരക്ഷിത ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുമ്പോൾ എനിക്ക് എന്തായാലും പോയി വിൻഡോയിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റില്ലല്ലോ വന്ദേ ഭാരതിൻ്റെ. നമ്മുടെ അണികൾ ആരോ ചെയ്ത്, അത് ഒരിക്കലും അല്ല, ആരോ അവിടെ നിന്നും ആ സമയത്ത് ഒരു ചെറിയ മഴയുണ്ടായിരുന്നേ. ഈ വന്ദേ ഭാരത് ഈ സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെ കയ്യിൽ പോസ്റ്റർ കരുതിയിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് പറഞ്ഞിട്ടില്ല. ഈ മഴയത്ത് സാധാരണ നമ്മളൊക്കെ കുട ചൂടിയാണല്ലോ പോവുക, ഈ പോസ്റ്ററും കൊണ്ട് പോകുമോ? MP-യുടെ പോസ്റ്ററും കൊണ്ട് ആരെങ്കിലും മഴയത്ത് ഇറങ്ങുമോ? അപ്പോൾ അതിനൊന്നും MP-ക്ക് ഉത്തരവില്ല. അപ്പോൾ കയ്യിൽ പോസ്റ്റർ ഉണ്ടായിരുന്ന ആരോ, അവർ ചില കുൽസിത ബുദ്ധികളായിരിക്കാം, അവർ ആ വിൻഡോയിൽ ഇതിങ്ങ് പതിപ്പിച്ച് വെച്ച് കാണും. വളരെ യാദൃശ്ചികമായി നടന്നൊരു സംഭവം. അതിന് പാലക്കാട് യൂത്ത് കോൺഗ്രസിനെയോ അല്ലെങ്കിൽ പാലക്കാട് കോൺഗ്രസ് കമ്മിറ്റിയോ MP ശ്രീകണ്ഠനെയോ കുറ്റം പറയണേ എന്തിനാണ് എന്നാണ് MP ഇപ്പോൾ പൊതുമാധ്യമങ്ങളിൽ വന്ന് സംസാരിക്കുന്നത്. ജനം എന്താ ഇങ്ങനെ തുടങ്ങണേ എന്നാണ് MP-യുടെ ഇപ്പോഴത്തെ പരാതി. എന്തായാലും ഇത് വളരെ മ്ലേച്ഛകരമായ ഒരു സംഭവമായിപ്പോയി. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഓടുന്ന ഏറ്റവും വൃത്തിയുള്ള, ഭംഗിയുള്ള, സുഖ സൗകര്യങ്ങളുള്ള, യാത്രാ സൗകര്യങ്ങളുള്ള, മതിയായ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ട്രെയിനാണ് വന്ദേ ഭാരത്. ഇത് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന പോലെ കൈ കഴുകിയിട്ടേ തൊടാൻ തോന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ അത്രയ്ക്ക് വൃത്തിയുള്ള ഒരു ട്രെയിന് വൃത്തികേടാക്കാൻ വേണ്ടി
ചില ചിത്രങ്ങൾ പതിച്ചു വച്ചിരിക്കുന്നു, എം പിയുടെ ചിത്രങ്ങൾ. എം പിയുടെ ചിത്രം വൃത്തികേടാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ ഇത്ര മനോഹരമായ ഒരു ട്രെയിനിൽ ഇങ്ങനെ ഒരു ചിത്രപ്പണി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം വളരെ മനോഹരമായ ചിത്രവേലകളോടുകൂടി തന്നെയാണ് ട്രെയിൻ പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് പിന്നെ അത് കുറച്ചുകൂടി കമനീയമാക്കാൻ വേണ്ടി എം പിയുടെ ചിത്രം പതിക്കണം? വളരെ വളരെ വൃത്തികെട്ടൊരു പരിപാടി, വളരെ മോശമായൊരു പരിപാടി. എം പിക്ക് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാനിത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. വളരെ മോശമായ പരിപാടി. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എന്തുകൊണ്ട് ഇത്തരം ചിത്രങ്ങൾ പറന്ന് നടക്കുന്നത് എം പി അറിഞ്ഞില്ല? അപ്പോഴൊന്നും എം പി പ്രതികരിച്ചില്ലല്ലോ. ഇത് പൊതുജന സമൂഹം അറിഞ്ഞു എന്ന് കണ്ടപ്പോൾ, ചർച്ചയായു എന്ന് കണ്ടപ്പോൾ, വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് നിന്നും ഷൊർണൂർ എത്തുന്ന വേഗത്തിൽ കൂടുതലാണ് ഇപ്പോൾ എം പി ശൂന്യാകാശത്തിൽ എത്തിക്കുന്നത്. അതായത് വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് നിന്നും ഷൊർണൂർ എത്തുന്നതിൽ കൂടുതൽ വേഗതയിലാണ് എം പി ഇപ്പോൾ ആരോപണങ്ങളുടെ ശൂന്യാകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നത്. വളരെ വൃത്തികേടായിപ്പോയി, വൃത്തികെട്ട പരിപാടിയായിപ്പോയി. കാരണം ഒരു കാരണവശാലും ഒരു പൊതുസാമാജികൻ ഇത്തരത്തിൽ ഒരിക്കലും തരം താന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല. തൻ്റെ പേരോ പ്രവൃത്തിയോ ജനങ്ങൾക്കിടയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് കൂടിയായിരിക്കണം അത് ചെയ്യേണ്ടത്. ആ പ്രയത്നങ്ങളാണ് ജനത്തിലേക്ക് എത്തിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളുടെ അരികു പറ്റി നിന്ന് ഇത്തിക്കണ്ണി പോലെ ആ ഫലം അനുഭവിക്കാനും അടിച്ചു മാറ്റാനും ശ്രമിക്കുകയല്ല പൊതുജന പ്രവർത്തകർ ചെയ്യേണ്ടത്. ജനത്തിൻ്റെ കണ്ണിൽ എത്ര നാളിങ്ങനെ പൊടിയിട്ട് ഇവർക്കൊക്കെ നടക്കാൻ സാധിക്കും? ഒരു കാരണവശാലും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ സാധിക്കില്ല ഇനി. കാരണം മീഡിയകളൊക്കെ അത്രത്തോളം വളർന്നിരിക്കുന്നു. ഈ മാധ്യമങ്ങളെ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ പേരും പ്രശസ്തിയും ഉണ്ടാക്കിക്കോളൂ, അതിന് യാതൊരു വിരോധമില്ല. നിങ്ങളത് അർഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് കിട്ടും. പക്ഷേ ഇത്തരം വളഞ്ഞ മാർഗത്തിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് എങ്ങനെയും പേര് നേടുക, എങ്ങനെയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, മറ്റുള്ളവർ ചെയ്ത സേവന പ്രവർത്തനങ്ങൾ എൻ്റേത് കൂടിയാണെന്ന് വരുത്തി തീർത്ത് അതിൻ്റെ നേട്ടങ്ങൾ അടിച്ചു മാറ്റാൻ ശ്രമിക്കുക, ഇത് വളരെ ലജ്ജാകരമാണ്, മോശമാണ് എന്ന് വളരെ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.